ബംഗളൂരുവിലെ അപ്പാർട്ട്മെന്റ് കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. മായ ഗൊഗോയിയുടെ മൃതദേഹം ഉപേക്ഷിക്കാൻ കൊണ്ടുവന്ന ചാക്കും കയറും മുറിയിൽ നിന്ന് കണ്ടെടുത്തു. യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന കണ്ണൂർ സ്വദേശി ആരവിന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ശക്തമാക്കി. ആരവിൻ്റെ കണ്ണൂരിലെ വീട്ടിലും ബന്ധുവീട്ടിലും പോലീസ് പരിശോധന നടത്തി. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. അരുൺ, ഈ അപ്പാർട്ട്മെന്റ് കൊലപാതകത്തിന് ഒരു മലയാളി വേരുണ്ടോ? അത് പോലീസ് ഇപ്പോൾ നിലവിൽ എന്തായാലും ബംഗളൂരു പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ബംഗളൂരു ഇന്ദിരാനഗറിലെ ഈ സർവീസ് അപ്പാർട്ട്മെന്റിൽ ഉണ്ടായത്. അസം സ്വദേശിയായിട്ടുള്ള യുവതിയെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആരവാണ് കൊലപ്പെടുത്തിയതെന്നിപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് ഉണ്ടായത്. ആദ്യം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു, പിന്നീട് ശരീരമാസകലം കുത്തി പരിക്കേൽപ്പിച്ചു. അങ്ങനെയാണ് ആ യുവതിയുടെ മരണം സംഭവിച്ചതെന്നാണ് പോലീസ് പ്രാഥമിക പരിശോധനയ്ക്കും അന്വേഷണത്തിന് ശേഷവും ഇപ്പോൾ നിലവിൽ പറയുന്നത്. ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആരവിനെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. അതിൽ കേരള പോലീസിന്റെ സഹായം ഇതിനകം തേടിയിട്ടുണ്ട്. ആ കേരള പോലീസിന്റെ സംഘം ഇപ്പോൾ കണ്ണൂർ തോട്ടട സ്വദേശിയാണ് ആരവ്. തോട്ടടയിലെ വീട്ടിലും അതോടൊപ്പം കണ്ണൂരിലെ ബന്ധുവീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ അവിടെ ഒന്നും ആരവ് ഇല്ല എന്നതാണ് നമുക്ക് ഔദ്യോഗികമായി തന്നെ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, കൊലപാതകത്തിലേക്ക് നയിച്ച കാരണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവർ തമ്മിൽ, അതായത് അസം സ്വദേശിയായിട്ടുള്ള മായിയും ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആരവും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഈ പ്രണയബന്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ആരവ് കഴിഞ്ഞ ദിവസം മായയോട് ആവശ്യപ്പെട്ടു. പക്ഷെ മായ അതിന് തയ്യാറാകാത്തതിലെ വൈരാഗ്യമാണ്, അതിലെ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് പറയുന്നത്. ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം ഇതിൽ നടന്നിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് ശേഷം ചാക്കിൽ കെട്ടി ഇത് മൃതദേഹം ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ നടത്തുന്നതിന് വേണ്ടി ഈ ചാക്കും കയറും ഉൾപ്പെടെ ഈ മുറിയിൽ എത്തിച്ചിരുന്നു. കത്തി നേരത്തെ തന്നെ കരുതിയാണ് ഈ മുറിയിലേക്ക് ഈ ആരവ് എത്തിയത് എന്ന കാര്യവും കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഈ കണ്ണൂർ സ്വദേശിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ അന്വേഷണത്തിലേക്ക് കർണാടക പോലീസ് കടന്നിട്ടുണ്ട്. അതിൽ കേരള പോലീസിന്റെ കൂടി സഹായം തേടിയിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു. ജനാർദ്ദൻ നായരുടെ ഒരു നല്ല വിചിത്രമായൊരു അഭിപ്രായം. കമൻറ്റ് വായിക്കാൻ മാത്രം ഒരു ചാനൽ, ചാറ്റിങ്ങിന് വേറൊരു ചാനൽ, ന്യൂസ് വായിക്കാൻ മറ്റൊരു ചാനൽ. അപ്പോൾ എല്ലാ ചാനലിനെയും പ്രശ്നം തീരും. അതോടെ കട്ടയും പടവും മുടങ്ങും, കടയും അടയ്ക്കും.